പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാൻ ഒരാഴ്ചയായിട്ട് ചെറിയൊരു ആശുപത്രി കേസായിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ മാറിയിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് എനിക്കും കൂടെ പനി പിടിച്ചു. അപ്പം എന്റെ മോക്കൊരു ചെറിയ സർജറി കോട്ടയം മെഡിക്കൽ കോളേജ് ICHലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ESI ഹോസ്പിറ്റല്. അപ്പം അവിടെ വെച്ചായിരുന്നു സർജറിയൊക്കെ. അപ്പം അതിന്റെ ഒരു ചെറിയ കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പൊ ഇത് കാണുന്ന ചിലരോർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചാനലിനകത്തോടെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറയും. പക്ഷെ എനിക്ക് കിട്ടിയ ഒരു അറിവ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. എന്റെ മോള് 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കോട്ടയത്ത് സെന്റ് ആൻസ് സ്കൂളിലാണ്. അപ്പൊ മിക്ക ദിവസവും സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോഴത്തേന് പറയും വയറ്റുവേനയാന്ന് പറയും. അപ്പോഴത്തേന് നമ്മളവർക്കും ഇനിയും പിള്ളേരെല്ലാം ശരിക്കും ബാത്റൂമിലൊന്നും അങ്ങനെ പോകാതെ പറ്റാഞ്ഞുകൊണ്ടായിരിക്കും. എന്നാലും വഴക്ക്, ഞാനും വൈഫാണേലും ചിലപ്പോൾ വഴക്ക് പറയും, പോയി അപ്പിടാൻ പറയും. അതെല്ലാം വേറെ ഒന്നും പറയാതെ ഇങ്ങനെ വഴക്ക് പറയുക. അപ്പം ഈ അടുത്ത ഇടയിൽ 2-3 ദിവസം ഇതുപോലെ അടുപ്പിച്ച് പറഞ്ഞു വയറ്റുവേനയാന്ന് പറഞ്ഞു. അപ്പോഴത്തേന് എന്നാ ഒരു ദിവസം വൈഫ് ജോലിയുള്ളതുകൊണ്ട് പറഞ്ഞു ഞാനെന്നാ ഹോസ്പിറ്റലിൽ കൊണ്ടാന്ന് പറഞ്ഞു. ഞാൻ കോട്ടയത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലോട്ട് കൊച്ചിനെ അവിടെ കൊണ്ടുവന്നു. ഡോക്ടർമാരെല്ലാം നോക്കി എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു മരുന്ന് തന്നു, ഇത് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇങ്ങി പോന്നു. ഇവിടെ പോന്നു കഴിഞ്ഞ് മരുന്നെല്ലാം കൊച്ചു കഴിച്ചിട്ട് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ വീണ്ടും വയറ്റുവേദനയായി. അപ്പോഴത്തേന് ഞാൻ വീണ്ടും കൊച്ചിനെയായിട്ട് നേരെ ഡിസ്ട്രിക്റ്റിൽ തന്നെ ചെന്നു. അവിടെ ചെന്ന് കാഷ്വാലിറ്റിയിൽ കാണിക്കുന്നത് ഡോക്ടറെല്ലാം നോക്കിയിട്ട് പറഞ്ഞ് യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നേരം തന്നെ അവിടെ പോയി. അന്നേരം കൊച്ചിന് വയറ്റുവേദന എടുത്ത് വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോഴത്തേന് അവർ പറഞ്ഞത് മാറിക്കോളുമായിരിക്കും, ഇതിന് യൂറിൻ ടെസ്റ്റ് ചെയ്തതിന്റെ മരുന്ന് റിസൾട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ അവിടെ പോയി യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പൊ അതിന്റെ റിസൾട്ട് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് യൂറിന്റെ അകത്ത് ഇൻഫെക്ഷൻ ഉണ്ട്, അപ്പൊ അത് ചില കൂടുതലാണ്. അപ്പൊ അതിനുള്ള മരുന്നും തന്നു. അത് ഞാൻ മേടിച്ചു. അതുകൊണ്ട് മാറിക്കോളൂന്ന് കണക്കൂടി ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും വയറ്റുവേദനയും കൂടി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. നേരെ കോട്ടയത്ത് ICH കുട്ടികളുടെ ആശുപത്രി. ഞങ്ങൾ പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല, നേരെ ICHലേക്ക്. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും കുട്ടികളുടെ നല്ല ചികിത്സ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലാണ് ESI ഹോസ്പിറ്റൽ. പിന്നെ ഞാനിപ്പം ഡിസ്ട്രിക്റ്റ് കൊച്ചിനെയും കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ അവിടെ ഫിസിഷ്യന്മാരല്ലേ നോക്കി. അപ്പം കുട്ടികളുടെ ഡോക്ടറൊന്നും അല്ല നോക്കി. നമ്മൾ കുട്ടികളുടെ ഡോക്ടറെ കാണിച്ചെങ്കിലേ ശരിക്കും അവർക്കിത് പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പം നേരെ നമ്മൾ ESI വന്നു. ESI നമ്മൾ OP ഇങ്ങേ സൈഡിലാണ്. അപ്പം നമുക്ക് ഈ സൈഡിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനാണ് OP ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ അകത്ത് കയറിയിട്ട് OP ചീട്ട് എടുക്കുക. ഇവിടുന്ന് നമ്മൾ OP ചീട്ട് എടുത്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ഇവിടെ ഡോക്ടറെ റൂമുണ്ട്. അവിടെ ഞങ്ങൾ കാണിച്ച ഡോക്ടർ നല്ല ഡോക്ടർ തന്നെയാണ്. ഞങ്ങൾ പറഞ്ഞ വിവരങ്ങൾ കേട്ട ഉടൻ തന്നെ ഡോക്ടർ പെട്ടെന്ന് തന്നെ എല്ലാ ടെസ്റ്റിനും അതുപോലെ സ്കാനിങ് അടക്കമുള്ള എല്ലാ ടെസ്റ്റും പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം പറഞ്ഞു ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം അപ്പൻഡിക്സിൻ്റെയാണ്. അപ്പോൾ അത് വല്ലാത്തൊരു അവസ്ഥയിലാണിപ്പം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഓപ്പറേഷന് തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെയാണ് ESI ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അന്ന് ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ അന്ന് വൈകിട്ട് തന്നെ ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എങ്കിലും ചൊവ്വാഴ്ച രാവിലെയാണ് ഓപ്പറേഷന് കയറ്റിയത്. എങ്കിലും ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് കൊച്ചു സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങളെ ആ സമയത്ത് കൊണ്ടുവന്നത് നന്നായെന്ന് പറഞ്ഞു. കാരണം ഞാനത് നിങ്ങളോട് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള കുട്ടികൾക്കുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ കുട്ടികളുടെ ഡോക്ടറെ തന്നെ കാണിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് പറ്റിയ പോലെ 2-3 ദിവസത്തോളം നമ്മൾ കോട്ടയത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച്. ഞാൻ അവിടുത്തെ ഡോക്ടർമാരെ കുറ്റം പറയുന്നൊന്നുമല്ല. കാരണം അവര് ഫിസിഷ്യന്മാരാണ്. അവർക്ക് ഈ കുട്ടികളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. യൂറിനറി ഇൻഫെക്ഷൻ ആണെന്നും പറഞ്ഞാണ് 2 ദിവസം മരുന്ന് കൊടുത്തത്. അതിനുശേഷം വീണ്ടും ഡിസ്ട്രിക്ട് ഞാൻ പല കാര്യത്തിനും ഡിസ്ട്രിക്ട് ഞാൻ പോയിട്ടുള്ളതാണ്. നല്ല ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം എനിക്ക് പിന്നെ ESI എന്ന് പറയുന്ന ESI മെഡിക്കൽ കോളേജ് അത് കഴിഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലുകളുള്ള എനിക്ക് ഒത്തിരി അനുഭവങ്ങളുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പം അവിടെ നല്ല ഡോക്ടർമാർ, ആ ഡോക്ടർ ഞങ്ങൾ കാണിച്ച ഡോക്ടർ എന്ന് പറഞ്ഞാൽ നല്ല മിടുക്കനായ ഡോക്ടർ എന്ന് പറഞ്ഞാൽ പുള്ളി എല്ലാം ആ പിള്ളേരോടൊക്കെ ഇടപെടുന്നതും ആ പിള്ളേരോട് ഒരു ഡോക്ടർ നമ്മളോട് എന്ത് ഒരു വാത്സല്യത്തോടെ അങ്ങനെ ഒരു സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി അസുഖം പോകും എന്ന് പറഞ്ഞ പോലെയാണ് കുട്ടികളോട് ചില ഡോക്ടർമാരെ ദേഷ്യപ്പെടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് ചെല്ലുന്ന കഴിയുമ്പോഴത്തേന് നമ്മൾ പൈസ കൊടുത്ത പോലെ ഞാൻ ഒരു പ്രൈവറ്റ് പ്രാക്ടീസ് നടക്കുന്ന ഡോക്ടറെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചിനെ ഞാൻ അതുപോലെ മേലാതെ കൊച്ചിനെയായിട്ട് അവിടെ ചെന്നപ്പോഴത്തേന് അദ്ദേഹം പറഞ്ഞ് അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പറ്റും. അതുപോലെ ESI ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് പോകുന്ന സമയത്ത് നമുക്ക് കൈ കരുതേണ്ട അത്യാവശ്യ കാര്യമാണ് റേഷൻ കാർഡ്, അതുപോലെ ആരോഗ്യ ഇൻഷുറൻസിന്റെ കാർഡ്.
അത് ഉണ്ടെങ്കിൽ ESI ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ മെയിനായിട്ടുള്ള സർജറിക്കൊക്കെ ഒരുപാട് നമുക്ക് ഇളവുകൾ കിട്ടും. പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇന്നിപ്പം ഞാൻ അപ്പൻഡിക്സിന്റെ സർജറിയുടെ ഏകദേശം പലരോടും തിരക്കിയപ്പോഴത്തേനും അവിടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കുറെ ദിവസം നിന്നപ്പോഴും പലരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മിക്കവരും പറഞ്ഞു 1.5 ലക്ഷം രൂപ ഹോസ്പിറ്റലിലെ താമസം അടക്കമുള്ള എല്ലാ ബില്ല് അടക്കമുള്ള 1.5 ലക്ഷം രൂപയോളം ചെലവ് വരും. പക്ഷെ ഞങ്ങൾക്ക് വന്ന തുക കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാരണം നമ്മള് ഞങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസിന്റെ കൊച്ചിന്റെ അതിനകത്ത് പേരില്ലായിരുന്നു. അതുപോലെ റേഷൻ കാർഡിന്റെ അകത്തും കൊച്ചിന്റെ പേരില്ലായിരുന്നു. അപ്പം ബാക്കിയുള്ള എല്ലാവരുടെയും ഉണ്ടായിരുന്നു. നമ്മളിപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേർക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേന് അവിടെ ചെന്നപ്പോൾ ആദ്യം ചോദിച്ചതാണ്. അപ്പോഴത്തേന് അല്ലെങ്കിൽ അവർ സർജറി അന്നേരം ഇതെല്ലാം ചോദിച്ചപ്പോൾ ഇതില്ലെന്ന് പറഞ്ഞപ്പോഴത്തേന് എന്നാലും അവർ സർജറിയുടെ കാര്യങ്ങളെല്ലാം അവർ മൂവ് ചെയ്തു. ആ സമയത്ത് ഓപ്പറേഷന്റെ എല്ലാം കൂടെ ഞങ്ങൾക്ക് ചെലവ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഒരു 7,000 രൂപയിൽ താഴെയാണ് നമുക്കെല്ലാം കൂടെ ആയിരിക്കുന്നത്. ഞങ്ങളുടെ അത്രയും ദിവസത്തെ ഒരു 3-4 ദിവസത്തോളം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നു. ആ 4 ദിവസത്തോളം എല്ലാം കൂടെ നമുക്കൊരു 10 രൂപയിൽ താഴെയാണ് നമുക്ക് ഹോസ്പിറ്റൽ ചെലവായത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇത് ഈ സർജറിയായിട്ട് ബന്ധപ്പെട്ട് പലരും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം പറഞ്ഞു അവർക്ക് ഒത്തിരി ആൾക്കാരുടെ 1.5 ലക്ഷം രൂപ വരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൈസ ആയ കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഏറെ സർജറിക്ക് തന്നെയാണ് 1 ലക്ഷം രൂപ ഇതാവുന്നുണ്ട്. അതുകൂടാതെ അവിടുത്തെ അതുപോലെ ESI ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ എല്ലാ ഭാഗങ്ങളും നീറ്റാണ്. എല്ലാ സൈഡും നമുക്ക് പണ്ടത്തെ ആ ഒരു നമ്മുടെ ജില്ലാ ആശുപത്രി എന്നുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നുള്ള കാഴ്ചപ്പാടെ നമുക്ക് മാറും. ഏറ്റവും പുതിയ സംവിധാനങ്ങളുള്ള എല്ലാവിധ ഉപകരണങ്ങളും നമ്മുടെ ഇന്ന് ESI ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നാമത് അവിടെ സ്ട്രിക്റ്റ് ആണ് ആൾക്കാരെ കയറ്റിവിടുന്നത്. കാരണം അവിടെ ഈ ആൾക്കാരെ സന്ദർശകരെ അനുവദിക്കത്തില്ല. ഞാനവിടെ ഈ വൈഫും കൊച്ചുമായിട്ട് റൂമിന്റെ അകത്തായിരുന്നെങ്കിൽ നമ്മളെല്ലാം വെളിയിലാണ്. അപ്പൊ 1-2 ദിവസം അവിടെ ആ തണുപ്പിടിച്ച് മഴയൊക്കെ ആയിരുന്നു. അന്നേരം എനിക്ക് പെട്ടെന്ന് പനി പിടിച്ചപ്പോൾ ഞാൻ നേരെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ തന്നെ ഞാൻ അവിടെ ചെന്ന് കാഷ്വാലിറ്റി ചെന്ന് കാണിച്ചു. ഡോക്ടർ മരുന്നെല്ലാം തന്നു. മരുന്ന് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം പിന്നെ അതുപോലെ തന്നെ നിൽക്കുകയാണ്. കാരണം എനിക്ക് പിന്നെ ഹോസ്പിറ്റലിൽ കൊച്ചിന്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. പനിയുള്ളതുകൊണ്ട് ആ ഭാഗത്തോട്ട് എനിക്ക് എടുക്കാൻ മേലാത്ത അവസ്ഥയായിപ്പോയി. പിന്നെ വൈഫിന്റെ അമ്മ വന്നാണ് അവിടെ കുറച്ച് ദിവസം നിന്നത്. അപ്പൊ എനിക്ക് പനി അങ്ങ് പെട്ടെന്ന് വൈറൽ ഫീവർ ആണെന്ന് എനിക്ക് മനസ്സിലായി. അന്നേരം പിന്നെ അത് കുറച്ച് ദിവസം കൊണ്ടല്ലേ മാറത്തുള്ളൂ. ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണമെന്നുള്ള കണക്കോട്ട് ഞാനിതൊന്ന് കുറയാൻ വേണ്ടി മരുന്നെല്ലാം കഴിച്ചിട്ട് ഒരു രക്ഷയില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് ഇവിടെ അടുത്ത് പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് മരുന്ന് മേടിച്ചുകൊണ്ട് വന്നെങ്കിൽ ഇതൊന്ന് കുറയാൻ വേണ്ടി നേരെ ഞാൻ തോട്ടക്കാട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടറെ കണ്ടു. ഡോക്ടർ അന്നേരം തന്നെ ഗുളിയെല്ലാം കുറിച്ച് തന്നപ്പോൾ തന്നെ അതിന്റെ അത് ആന്റിബയോട്ടിക് ഒക്കെ ഉണ്ട്. അതൊന്ന് കഴിച്ചു. എന്നിട്ടും പിറ്റേ ദിവസം ഒരു മാറ്റവും കാണുന്നില്ല. അപ്പോഴത്തേന് എനിക്ക് വീണ്ടും ഒരു പ്രയാസം. കാരണം അവര് ഹോസ്പിറ്റലിൽ നിൽക്കുന്നു. പിന്നെ ഞാനന്നേരം പിന്നെ അപ്പൊ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കണ്ടു. പനി മാറുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ തലേദിവസം ഞാൻ തോട്ടക്കാട്ട് പോയി മരുന്ന് മേടിച്ച് എന്റെ ഇതെല്ലാം കാണിച്ചു. അന്നേരം ഡോക്ടർ പറഞ്ഞു ഈ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്തു. അത് വൈറൽ ഫീവർ ആണ്. അത് 3-4 ദിവസം കൊണ്ടൊക്കെ മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. 5 ദിവസം വരെ ചിലപ്പോൾ ശരിക്കും പനി ഇപ്പം നിൽക്കാം. ഇപ്പോഴത്തെ കാലത്തെ പനി അങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും ആ മരുന്ന് ഞാൻ കഴിച്ചിട്ടാണ് പോയത്. ഏതായാലും അതിന് മാറ്റം ഉണ്ടായി. ഏതായാലും പെട്ടെന്ന് പനി അങ്ങ് മാറി. പിന്നെ വൈഫും കൊച്ചും എല്ലാം ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. പിന്നെ എനിക്ക് ESI ഹോസ്പിറ്റലിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ESI ഹോസ്പിറ്റൽ തന്നെയല്ല മെഡിക്കൽ കോളേജിലും ഉണ്ടാകുന്നൊരു കാര്യമാണ്. നിങ്ങൾക്കെല്ലാം അറിയാം. അവിടെ ഈ 3 നേരം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരം ഭക്ഷണം കൊടുക്കുന്നത് നവജീവനാണ്. അത് നവജീവൻ തന്നെയല്ല പല സംഘടനകളും അവിടെ കൊടുക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള നമ്മൾ എന്തുമാത്രം പൈസ അനാവശ്യമായിട്ട് ഓരോ ആവശ്യം നമ്മൾ ചെലവാക്കുന്നു. എങ്കിലും ഇതൊന്ന് കാണുക. നിങ്ങൾ ഈ ഒരു കാരുണ്യ പ്രവൃത്തിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ കൊണ്ടാകാവുന്ന എന്തെങ്കിലും ഒരു തുക ഇതിനുവേണ്ടി സംഭാവന ചെയ്യണം. അവിടെ നല്ല ഫുഡാണ്. നമുക്ക് അതുപോലെ ടേസ്റ്റാണ് ഇവരുടെ ഫുഡ്. ഞാനവിടെ പോയി ഫുഡ് മേടിച്ച് കഴിച്ചതാണ്. എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ്. തോമസ് ചേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ കരങ്ങളായിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. ഇതുപോലെ ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് ഓരോ ദിവസങ്ങൾ ഇവർ ഫുഡ് കൊടുക്കുന്നത്. കാരണം അതുപോലെ ജനങ്ങള് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല എനിക്ക് പനിയായിട്ട് അവിടെ ചെന്നപ്പോഴത്തേന് ഞാൻ കഴിഞ്ഞ ദിവസം മരുന്ന് മേടിക്കാൻ മെഡിക്കൽ കോളേജിന്റെ OP ചെന്നപ്പോഴത്തേന് അവിടുത്തെ ജനക്കൂട്ടം കണ്ട് ഞാൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ പുതുപ്പള്ളി പെരുന്നാളോ തിരുനക്കര പകൽപ്പൂരം ഒന്നുമല്ല. അതുപോലെ ജനങ്ങള് അതുപോലെ OPയിൽ അതുപോലെ ജനങ്ങളങ്ങ് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ അസുഖങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ പെരുകിയിരിക്കുകയാണ്. ഇന്ന് ഇപ്പൊ ശരിക്കും ഹോസ്പിറ്റലുകൾ മുഴുവൻ ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ഓരോ ഓഫറുകളാണ് ഹോസ്പിറ്റലിന്. മിക്ക ദിവസവും പത്രം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഈ ഓഫറായിട്ട്
ഇതിന്റെ ഓഫർ മറ്റേത് നേരത്തെ ഹോട്ടലുകൾക്കൊക്കെ ഇതുപോലുള്ള ഓഫർ ഉള്ളായിരുന്നു. ഇപ്പം ഹോസ്പിറ്റലുകൾ ഇതുപോലെ ഭയങ്കര ഓഫർ വന്നിരിക്കുകയാണ്. അപ്പം ഇതുപോലെ നമുക്ക് ചെറിയ തുകയില് ഇതുപോലെ നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകളിൽ ഇതുപോലെ നമുക്ക് വേണ്ട ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലെന്നല്ല, ബുദ്ധിമുട്ടുകൾ ശരിക്കും നമ്മൾ സഹിക്കണം. എങ്കിലും ഈ 1,50,000 രൂപയുടെ ഒരു ട്രീറ്റ്മെന്റ് വെറും 10,000 രൂപയ്ക്ക് നമ്മൾക്ക്, എനിക്കിപ്പം ആരോഗ്യ ഇൻഷുറൻസിന്റെ കാർഡ് അതുപോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് അത്രയും പൈസ പോലും ആകത്തില്ലായിരുന്നു. കാരണം അതുപോലെ സർക്കാർ ഇതിനു വേണ്ടി നമുക്ക് വേണ്ടി ഈ ഒരു കാര്യം ചെയ്തു തന്നിരിക്കുകയാണ്. അതുപോലെ എനിക്ക് വേറെ ഒരു സർജറിയും കൂടെ ഉണ്ടായിരുന്നു എനിക്ക് കുറച്ചുനാൾ മുമ്പ്. അപ്പം ഞാൻ അത് അടുത്ത വീഡിയോയ്ക്കകത്ത് പറയാം. ഒരു ഹെർണിയയുടെ സർജറി ആയിരുന്നു. അപ്പം അതും എനിക്ക് വെറുതെ നിസ്സാര തുകയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പം ആധുനിക സംവിധാനമുണ്ട്. ഇപ്പം എന്റെ മോക്ക് ചെയ്ത കീഹോൾ സർജറിയാണ്. അതിന്റെ ട്രീറ്റ്മെന്റിന്റെ എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രൈവറ്റിലൊക്കെയാണ് ഏറെക്കുറെ നമുക്ക് 1,50,000 രൂപയോളം ആകുന്ന സ്ഥാനത്താണ് ഈ 10,000 രൂപ ആയത്. അതുപോലെ പിന്നെ കീഹോൾ സർജറി, ഹെർണിയയുടെ എല്ലാം കീഹോളും എല്ലാം മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്കാരം. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം പോയത് വാഴമേ, രാജനമേ, അങ്ങയുടെ തിരുസ്വർഗ്ഗത്തിലെ പല ഭൂമിയിൽ വാഴണമേ.